എങ്ങനെയുണ്ടായിരുന്നു പാട്ടായ കഥ? നല്ല സിനിമയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി മൂവിയാണ്. ഒരു മെസ്സേജ് ഉള്ള നല്ലൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? പിന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു പാട്ടായ കഥ? നല്ല സിനിമ, ഒരു കുഞ്ഞു വലിയ സിനിമ. അതിലുപരി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് എല്ലാവരും പുതിയ ആൾക്കാരാണ്. പക്ഷെ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല, അത്ര അടിപൊളി പെർഫോമൻസ് ആണ്. കഥയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്രം കഥ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഡയറക്ഷനും അടിപൊളിയാണ്. നല്ലൊരു സിനിമ, എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല അടിപൊളി സിനിമ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റാണ്. ഓക്കെ, ശരി. ഹലോ, നടനെത്തിയിട്ടുണ്ടല്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരൊപ്പം കണ്ടപ്പോ? ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയുക, ഇത്ര വലിയൊരു സബ്ജക്റ്റിൽ, അതായത് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ് പാട്ടായ കഥ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. താങ്കളുടെ ആദ്യത്തെ ഒരു നായകനായിട്ടുള്ള ഒരു ആദ്യത്തെ എൻട്രി ആണോ ഈ സിനിമയിലേക്ക്? നായകനായിട്ടുള്ള ആദ്യത്തെ എൻട്രിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ലൊക്കേഷനും അതേപോലെ ആളുകളും? അതെ, ലൊക്കേഷനും എല്ലാം നല്ലതായിട്ടുണ്ട്. എനിക്ക് പിന്നെ കൂടെ അഭിനയിച്ചവരൊക്കെ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ തന്നെ ആദ്യം തന്നെ ഇദ്ദേഹത്തിനാണ് കയ്യടി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമ എടുക്കുന്നതന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ താരങ്ങളുടെ ഒപ്പം തന്നെ ഒരു നല്ലൊരു ചിത്രം, ഒരു ചെറിയ ചിത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു, കയ്യടിയായിരുന്നു എന്നുള്ളത് മനസ്സിലായി. കണ്ടിപ്പോൾ പോയ ഫാമിലികളും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഇതിന്റെ കണ്ടന്റ് തന്നെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. നല്ലൊരു സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്കത് വളരെ ഇഷ്ടപ്പെടുകയും പിന്നെ നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റുകളുടെ നമ്മൾ നിലവിലുള്ള പെരുമ നോക്കിയിട്ടല്ല, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. മലയാള സിനിമയിലേക്ക് ഇതൊരു പ്രോത്സാഹനമാണ്. കാരണം പുതുമുഖങ്ങൾ ധാരാളം വരണം, കഴിവുള്ള ധാരാളം ചെറുപ്പക്കാർ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മനുവൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ സീൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നായിക ക്രിസ്റ്റി വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്. അതെങ്ങനെയാ കണ്ടെടുത്തു നായികയെ കണ്ടതെന്ന് പറഞ്ഞാൽ, നായിക നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ നായികയുടെ ഒരു ഈ നാട്ടുകാരൻ നമ്മളോട് ഇങ്ങനെ സംസാരിക്കേണ്ടായി, ഇത്രയും നല്ല കഴിവുള്ള ഒരു വ്യക്തി ഉണ്ട്. അപ്പൊ അങ്ങനെ അന്വേഷിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണോ? ഇത് അദ്ദേഹത്തിന്റെ ആദ്യ പടമാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് കുറെ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ അനുഗ്രഹ സജിത്താണ്. അദ്ദേഹം ഇതിനോടകം തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു 6-7 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ വടിവേൽ ചിത്രങ്ങൾ. വടിവേല് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാ കണ്ടെത്തി? വടിവേൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇതിന്റെ കഥ പരിപൂർണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിലൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്. അതായത് നമുക്ക് ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളതിന്റെ തീമിലേക്ക് കടന്നു പോകും. സസ്പെൻസ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ ഒരു മലയാള എൻട്രിയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എൻട്രിയാണ്. നല്ലൊരു ഇതിനു മുമ്പ് തമിഴിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ റോളുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും അദ്ദേഹത്തിന്റെ പേരും ആളുകൾ എടുത്തു പറയുന്നതായിട്ട് കേട്ടു. നല്ലൊരു ക്യാരക്ടറായിട്ട് ഈ ഒരു സിനിമയിൽ ഉടനീളമുള്ളതായിട്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് ഈ സിനിമ കണ്ടപ്പോ നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നി. കാരണം നമ്മൾ ഇവരെ വെച്ചത് ചെയ്യാൻ എടുത്തത് ഏറെ അഭിമാനം തോന്നുകയാണ്. എല്ലാവരും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വിളിച്ച് കോൾ വരുന്നുണ്ട്. വളരെ അഭിമാനം തോന്നുകയാണ്. എന്നെ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്ന നമ്മുടെ സമൻ ഡാനിയൽ പത്തനാപുരത്തുള്ള അച്ചായനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ ഇതായിട്ട് തന്നെ ഭാഗമായിട്ടുണ്ടല്ലേ? എന്തായാലും മനു കുമ്പാരി എന്ന് പറയുന്ന ഇദ്ദേഹം നമ്മുടെ കോമഡി ഷോയിലൊക്കെ നമ്മൾ ഒരുപാട് കോമഡി ആയി പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിനൊരു എൻട്രി, അതായത് ഒരു നായകനായിട്ട് തന്നെ സിനിമയിലേക്ക് ഒരു അവസരം കൊടുക്കുന്നതിന് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അത്. താങ്കൾ അത് നിർവഹിച്ചപ്പോൾ ഇദ്ദേഹം 100% നീതി പുലർത്തി എന്നുള്ളതാണ് ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. താങ്കൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് വിലയിരുത്തുന്നത്? നമ്മൾ ഇനി ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുവിന്റെ കഴിവുകളെ നമ്മൾ 100% ഇനിയും മനുവിന് പറ്റാവുന്ന കുറേയധികം സംഗതികളുണ്ട്. അതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരും. മനുവിനെ സപ്പോർട്ട് ചെയ്യും. മനുവിന് അതിന് കഴിയും. ഈ ഒരു സിനിമയിലൂടെ മനുവിന് വേറെ സിനിമകൾ കിട്ടും. ഇഷ്ടംപോലെ നല്ല രംഗത്ത് ചോദിക്കാൻ കഴിയും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം, ഒരു എൻട്രി കൊടുക്കുക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ
പൂർണ്ണമായിട്ട് കണ്ടപ്പോൾ, പ്രേക്ഷകരോടൊപ്പം കണ്ടപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ്, സംതൃപ്തി തോന്നിയോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ? തീർച്ചയായിട്ടും അതാണ് നമ്മളെ ഇനിയും ഈ സിനിമ നിർമ്മിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രേരണ വരുന്നത്. പ്രേക്ഷകർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയാറുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ വളരെ സന്തോഷം. ഈ പ്രേക്ഷകരോടൊപ്പം കണ്ടപ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ ഫീഡ്ബാക്ക് കിട്ടിയത്. വളരെ സന്തോഷം. ശരിയല്ല? അത് ശരിയാണ്. അപ്പം ഞാൻ ഈ കോമഡി പരിപാടികൾ ചെയ്യാൻ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം, എല്ലാ കോമഡി ആർട്ടിസ്റ്റുകളുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ക്യാരക്ടർ റോൾ തന്നെ ചെയ്യാനായിട്ട് പറ്റി. പിന്നെന്താ പറയുക, ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരണം. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതുമുഖങ്ങളാണെങ്കിൽ തന്നെയും ഞങ്ങൾ ഒരു കുടുംബമായിട്ട് കാണാതെ എല്ലാ നല്ല കുടുംബ പ്രേക്ഷകരും തിയേറ്ററിൽ വന്ന് ഞങ്ങൾ ഈ പാട്ടായ കഥ എന്ന് പറഞ്ഞ സിനിമ കാണണം. ഞങ്ങൾ പുതുമുഖങ്ങളാണെങ്കിൽ തന്നെ ഞങ്ങളെ കണ്ട് വിജയിപ്പിക്കണം. കാരണം ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കും ഒരു ഇതുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ്. സംവിധാനം ചെയ്തിട്ടുള്ള AGS വളരെ അദ്ദേഹം കുറേ ഒരു 10-30 വർഷത്തോളം ഈ ഫീൽഡിൽ അനുഭവം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേയധികം കഴിവുകൾ അദ്ദേഹത്തിന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് യു.